എന്റെ പേര് പരസ്യമായി പ്രസ്താവിച്ചതുപോലെ അനീഷ് എന്നാണ്. സ്വന്തം സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നു. എങ്കിലും സർവശക്തനായ ദൈവം എന്നെ രക്ഷിച്ചു. എന്റെ അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാഞ്ഞത് നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാര് പരിശോധിച്ച അനന്തരം പറഞ്ഞു, എന്റെ പിതാവിനോടും മാതാപിതാക്കളോടും പറഞ്ഞു, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്തോ വേണമെന്ന് ചോദിച്ചു. എന്റെ പിതാവിനോടും മാതാപിതാക്കളോടും ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാര് ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13 രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികളെ പ്രസവിച്ചു. 3 കുട്ടികളായിരുന്നു. ഡോക്ടർമാര് വിധി എഴുതി, കുട്ടികൾ 3 മരിച്ചു വന്നു. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി, രണ്ടാമത്തെ കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി, മൂന്നാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിലൊരു കുട്ടിക്ക് ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയം കൊണ്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവരെ വീണ്ടും വന്ന് കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. ക്ഷണത്തിൽ തന്നെ ലേഡി ഡോക്ടറാ അവരെ നിർബന്ധിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. ക്ഷണത്തിൽ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മറ്റ് 2 ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്തു, മറവ് ചെയ്തു. മൂന്നാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ഏതാന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ല. പണ്ടൊരു യോഗത്തിന് സാക്ഷ്യമെല്ലാം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കാരണമാണ്. ഞങ്ങള് ഹൈന്ദവരായതുകൊണ്ടും അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ തൽപരരായതുകൊണ്ട് അന്നത്തെ നേർച്ചകളും പൂജകളും ഒക്കെ കഴിച്ചാണ് വളർത്തിയത്. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതിന് രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ ഭംഗം വന്നിട്ടില്ല. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കും. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിളക്ക് തെളിച്ചതിന് ശേഷം നിർമ്മാല ദർശനത്തിന് ക്ഷേത്രത്തിൽ പോകും. നിർമ്മാല ദർശനത്തിന് പങ്കുകൊള്ളും. 6:15 ഉഷപൂജയുണ്ട്, അതിന് പങ്കുകൊള്ളും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ സ്കൂളിനടുത്ത് 4-5 ക്ഷേത്രം അടുത്തുണ്ട്, അവിടെ എല്ലാം കയറി ദർശനം നടത്തും. സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ ഇടവേള കിട്ടും ഭക്ഷണം കഴിക്കാൻ. ആ സമയത്ത് ഷടീന്ന് ഭക്ഷണം കഴിച്ച് തൊട്ടടുത്ത് ഒരു നായർ തറവാടുണ്ട്, കാഞ്ചന എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്. അവിടെ പ്രായമുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ ചെന്ന് രാമായണം വായിക്കും, എന്നെ പഠിപ്പിക്കും. അങ്ങനെ വളരെ ഭക്തി നിർഭരമായിട്ടാണ് ഞാൻ വളർന്നത്. സ്കൂൾ വീട്ടിൽ വന്നാലും എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹായിച്ച് സന്ധ്യയാകുമ്പോൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകും, ദീപാരാധനയ്ക്ക്. അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ ചിട്ടകൾ. എന്തിനേറെ ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവഭാഗ്യം നൽകിയത്. അതിന് മുഖാന്തരമായി വന്ന സംഭവം, ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡ് വന്നു കൂടി, ഹാർട്ടിന് പ്രയാസമായി. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, സൗഖ്യമൊന്നും ലഭിച്ചില്ല. ഈ വിശ്വാസമാർഗത്തിൽ വരുന്നതിന് മുൻപൊന്നും മെഡിസിൻ ഉപയോഗിക്കത്തില്ല. ക്ഷേത്രത്തിൽ ദർശനം നടത്തും, പ്രാർത്ഥിക്കും, ആശ്വാസം ഉണ്ടാകും. അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. ഇങ്ങനെ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ദർശനമൊക്കെ നടത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അസുഖത്തിന് ഭേദമില്ല. ഓരോ ദിവസവും അസുഖം മൂർച്ഛിച്ചു വഷളായി. ഒരു ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അബോധാവസ്ഥയായി. എൻ്റെ പിതാവിന് കല്ലുഷാപ്പിലെ ജോലിയാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹം കല്ലുഷാപ്പിലെ ജോലിയായിരുന്നു, ചെത്തുതൊഴിലാളി യൂണിയനിൽ പെട്ടതാണ്. അപ്പോൾ എൻ്റെ ഉപ്പാപ്പൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് അദ്ദേഹം എന്നെ കൊടുത്തിനെ എടുത്ത് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പരിശോധിച്ച അനന്തരം പറഞ്ഞു, ടൈഫോയിഡ് വന്നു കൂടി, ഇവിടെ 2 ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ഈ 10-14 ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരുന്നത്. എനിക്ക് വലിയ മനോഭീതിയായി. എങ്കിലും ഡോക്ടറോട് പറഞ്ഞു എന്നെ വീട്ടിൽ വിടണം. അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല, കുറച്ച് ദിവസം കൂടെ ചികിത്സ തുടരാം.
ഒടുവിൽ എന്തോ എന്റെ നിർബന്ധമോ എന്തോ എനിക്കറിയത്തില്ല, അദ്ദേഹം അതിനെ സമ്മതിച്ച് ടാബ്ലറ്റും മറ്റു മരുന്നുകളും ഒക്കെ നൽകി വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു പോകുന്നുവെങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, അസുഖത്തിന് യാതൊരു സൗഖ്യവും വരുന്നില്ല. ഈ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് നടത്തി, എങ്കിലും എനിക്ക് യാതൊരു സൗഖ്യവും ലഭിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശബരിമലയ്ക്ക് പോകാൻ സമയമായി. വൃശ്ചികവ്രതം ആരംഭിച്ചു. ഞാൻ 1-ാം തീയതി രാവിലെ മാലയിട്ട് വൃശ്ചികവ്രതം നോക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഭവം. ഒരു ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോയി വീട്ടിൽ വന്ന് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ഭഗവത്ഗീതയുടെ മലയാള പരിവർത്തനം. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, അടുത്തൊരു വീട്ടിൽ പോകണം. അപ്പൊ അതിലൊരു ഭാഗമുണ്ട്, ഏവമുത്തൻ ഋഷികേശൻ ഭൂതാകേശേന ഭാരതാദി ഭൂതൻ ചുച്ചതേ എന്നൊരു ഭാഗം ഞാനിങ്ങനെ വായിക്കുക. ഇത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത, അടുത്തൊരു വീട്ടിലേക്ക് പോകണം. എനിക്ക് ആ വീട് മനസ്സിലായി, വീട്ടിൽപ്പെട്ടവരെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അവര് ക്രിസ്ത്യാനികളാണല്ലോ എങ്ങനെ അങ്ങോട്ട് പോകുന്നത്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും വല്ലാത്ത നിർബന്ധം അവിടേക്ക് പോകണമെന്ന് എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ക്രിസ്ത്യാനികളൊന്നും ഇഷ്ടമല്ല, എങ്കിലും വല്ലാത്ത നിർബന്ധം. ഞാൻ പുസ്തകം മടക്കി വെച്ച് ആ വീട് ലക്ഷ്യമാക്കി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രായമുള്ള ഒരു അമ്മ ആ വീട്ടിലുണ്ട്. ഉദ്ദേശം ഒരു 65-70 വയസ്സിലാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ, പതിവില്ലാതെ ചെന്നപ്പോൾ അമ്മ എന്നെ ക്ഷണിച്ച് അകത്തിരുത്തി രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ ആരാനും ഞാനത് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കുകയോ, അല്പസമയം കൊണ്ടിരിക്കാൻ പറഞ്ഞു. നിർബന്ധിച്ചിരിച്ച് ഞാൻ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഉടനെ എന്നോട് പറഞ്ഞു, മോനെ വെറുതെ ഇരിക്കണ്ട, എന്നാ ബൈബിള് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിതുവരെ വായിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ദൈവത്തിന്റെ വചനമാണ് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വായിക്കാൻ ഇതുവരെയും വായിച്ചിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മയോട് പറഞ്ഞു ദൈവവചനമാണ് വായിക്കാൻ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചാൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധം വന്നേ അമ്മ വായിക്കാൻ, ഞാൻ കേൾക്കാതെ പറഞ്ഞു. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതമ്മ കള്ളം പറഞ്ഞതാ. കാരണം ഞാൻ പിന്നീട് രക്ഷിക്കപ്പെട്ട സഭയിൽ ചെന്നപ്പോ അമ്മ സന്തോഷിപ്പിച്ച വാക്യം കണ്ണാടി ഇല്ലാതെ വായിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് കള്ളം വന്നിട്ട് പറയാൻ. എങ്കിലും എന്നെ കൊണ്ട് വായിപ്പിക്കാനായിരുന്നു. അമ്മ പറഞ്ഞു എനിക്ക് കണ്ണ് കാണാൻ പാടില്ല, വായിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വാങ്ങി. എനിക്കിത് വായിക്കേണ്ട രീതികളോ വിധങ്ങളോ ഒന്നും എനിക്ക് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വാങ്ങി, ദൈവമേ എന്നിങ്ങനെ ചിന്തിച്ച് പുസ്തകം തുറന്നു. അപ്പൊ എനിക്ക് കിട്ടിയ പുസ്തകം സദൃശവാക്യത്തിന്റെ പുസ്തകം. വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സദൃശവാക്യം, 66 പുസ്തകത്തിൽ. ആ സദൃശവാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യം തുടങ്ങി. അല്പം അങ്ങോട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ ആർത്തിയോടെ വേദപുസ്തകം വായിച്ചു. അപ്പൊ ആർത്തിയോടെ വായിച്ചപ്പോൾ അമ്മ എന്നോട് സുവിശേഷം പറയാറുണ്ട്, യേശുക്രിസ്തുവിനെ പറ്റി, പാപമോചനത്തെ പറ്റി, രക്ഷയെ പറ്റി ഒക്കെ അമ്മയ്ക്ക് അറിയാവുന്ന വിധത്തിൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആർത്തിയോടെ വായിക്കും, അമ്മ പിന്നെയും പറയും, പിന്നെയും ഞാൻ വായിക്കും, പിന്നെ അമ്മ സംസാരിക്കും, പിന്നെയും വായിക്കും. ഇങ്ങനെ സന്തോഷത്തോടെ വേദപുസ്തകം വായിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് വേദപുസ്തകം വായിച്ചു, വളരെ സന്തോഷത്തോടെ ആർത്തിയോടെ തിരുവചനം വായിച്ചു. ആ ഇരിപ്പിലിരുന്ന് ഏതാണ്ട് സദൃശവാക്യം 18 അധ്യായം വായിച്ചു. ആ ഇസ്രായേലിയ സംഭവം വളരെ സന്തോഷത്തോടെ. പെട്ടെന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് പ്രവർത്തിച്ചു. അതിന്റെ കാരണം ഞാൻ അമ്മയെ വീക്ഷിച്ചപ്പോൾ ഇരുന്നുകൊണ്ട് സംസാരിച്ച അമ്മ കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നല്ല ചടുലതയോടെ സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ചമ്മയെ നോക്കി വെച്ച് ചോദിച്ചു, അമ്മ എവിടാ പ്രാർത്ഥനയ്ക്ക് പോകുന്ന എവിടാന്ന് ചോദിച്ചു. കത്തോലിക്ക പള്ളിയിലാണോ എന്ന് ചോദിച്ചു. അവിടെ അല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു യാക്കോബ പള്ളിയിലാണോ പോകുന്നത്? അവിടെ യാക്കോബായുണ്ട് അവിടെ. അപ്പൊ ചോദിച്ചു CSI പള്ളിയുണ്ട്, അവിടെ ആണോ പോകുന്നത്? അവിടെ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്പം പേടിച്ചാന്തലും ചോദിച്ചു പെന്തിക്കോസിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അമ്മ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു, മോനെ 6 മാസമായിട്ട് പെന്തിക്കോസിലാ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു ചിന്ത പെന്തിക്കോസുകാരോട് പറയാം, 6 മാസം പെന്തിക്കോസിൽ പോയാൽ അമ്മയുടെ കയ്യിൽ ഒരു പയ്യനെ കെട്ടിയപ്പോൾ ഉടനെ സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വീക്ഷിച്ചു. ഉടനെ അമ്മ പെന്തിക്കോസിലാന്ന് കേട്ടപ്പോ എനിക്കങ്ങ് വെപ്രാണമായി. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാനും ഇനി പെന്തിക്കോസിലാകുമോ എന്നുള്ള വെപ്രാണം. അപ്പൊ ഞാൻ ഇത് ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ഈ വീട്ടിൽ ചെന്നതും ദൈവത്തിന്റെ വചനം വായിച്ചതും അമ്മ സുവിശേഷം പറഞ്ഞതെല്ലാം ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ദൈവദാസൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ സൈമൺ. അപ്പൊ ഞാൻ അമ്മയെ പേടിച്ച് ഷടീന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്ന
കുട്ടനാട്ടിൽ ഞങ്ങളുടെ അവിടെ വന്നിട്ടുള്ളവർക്ക് ചെയ്യാം. കടമ്പ കടന്ന് വെളിയിലോട്ട് വന്നപ്പോൾ കായലിന്റെ തീരമാണ്, കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടിരിക്കുക. ചെറിയ ബണ്ടെന്ന് പറയും. ഞാൻ അതിലേക്കൂടെ നടക്കാൻ, കരയ്ക്ക് മുഴുവൻ കൈത, താഴെ മുഴുവൻ വെള്ളം, ചെറിയ ഇത്ര വീതിയില്ല, ചെറിയൊരു ബണ്ട്. 2 പേർക്ക് കഷ്ടിച്ചേ പോകാൻ പറ്റൂ. ഞാനിപ്പോൾ ഈ അമ്മയെ പേടിച്ച് ഈ വീട് വിട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ വരേണ്ട വഴിക്ക് മുമ്പായിട്ട് ഈ ദൈവദാസൻ വന്ന് നിൽക്കുക. എന്നെ കണ്ട് ചെറുതായിട്ടൊരു ഊറിയ ചിരി ചിരിച്ചു. ഇങ്ങനെ ചെറുതായിട്ടൊരു ചിരി ചിരിച്ചു. എനിക്ക് ചിരിയുടെ അർത്ഥമൊക്കെ പിടികിട്ടി. അപ്പൊ ഇദ്ദേഹം മാറുന്ന ലക്ഷണമില്ല, എനിക്ക് പോവുകയും ചെയ്യണം. അപ്പൊ ഇപ്പറേ വെള്ളം, ഈ സൈഡ് മുഴുവൻ മുള്ളുള്ള കൈത, ഇദ്ദേഹം ഫ്രണ്ടില്. അപ്പൊ ഞാൻ മാറുന്ന ലക്ഷണമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാൽ പുറകോട്ട് നടന്നാൽ വേറൊരു വഴിയുണ്ട്, അതിലേ പോകാൻ നിർത്തി. ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പം ഈ അമ്മ വന്ന് പുറകെ നിൽക്കുക. ഞാൻ എങ്ങോട്ട് പോയെന്നറിയാൻ അമ്മ പുറകെ വന്ന. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. അപ്പൊ എന്റെ ഈ വിഷമസന്ധി കണ്ട് ദൈവദാസൻ പറഞ്ഞു, പൊയ്ക്കാട്ടെ എന്ന് പറഞ്ഞ് വഴി ഒതുങ്ങി തന്നു. ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് ഒരു വേദപുസ്തകം തന്നേച്ച്, പുതിയ നിയമമാണ് ഇത് തന്നേച്ചെന്നോട് പറഞ്ഞു, ഇത് വായിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാകും. ഞാൻ ആ വേദപുസ്തകമായിട്ട് ഷടേന്ന് വീട്ടിൽ വന്നു. ചില ദിവസങ്ങളൊക്കെ വായിച്ചു, എങ്കിലും വ്യത്യാസമൊന്നും അങ്ങനെ വന്നില്ല. രാവിലെ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, എങ്കിലും സൗഖ്യവും ലഭിക്കുന്നില്ല. എന്തിനേറെ വിവരിച്ചു പോകാൻ സമയമില്ലല്ലോ. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു യോഗം നടക്കുക പെന്തിക്കോസുകാരുടെ മുറ്റത്ത്. അപ്പൊ ഞാൻ ദൂരെ മാറി യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കര ബഹളമാണ്. മുറ്റത്താ യോഗം, ഓപ്പണായിട്ടാണ്. ദൈവദാസന്മാരിങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. വിശ്വാസികൾ അധികം ആൾക്കാരില്ല, കുറച്ച് പേര് സാധുക്കളാണ്. അതുങ്ങളിരുന്ന് പാടുക, ഭയങ്കര ബഹളമാണ് യോഗം. അപ്പൊ തുള്ളുന്നു, ചാടുന്നു, ഒച്ചപ്പാട്, ബഹളം. ഞാൻ ദൂരെ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുക. ഭയങ്കര ബഹളമാണ്. എനിക്കാണെങ്കിൽ ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വീക്ഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഈ പെന്തിക്കോസുകാർ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും എന്നിങ്ങനെ എൻ്റെ ചിന്ത വന്നെങ്കിൽ ഞാൻ മുമ്പോട്ട് പോയില്ല. മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ യോഗ സ്ഥലത്ത് നിന്നൊരു പയ്യൻ ഇറങ്ങി എൻ്റെ സമീപയെ കൂടെ വന്നപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, മോനെ പാസ്റ്ററോട് പറയണേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ആ പയ്യന് ഉടനെ ഓടിച്ചെന്ന് ദൈവദാസന്മാരിങ്ങനെ ഇരിക്കുക. ഒരു ദൈവദാസനോട് പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. പാസ്റ്റർമാരല്ലേ വിടുവോ? ഒരു പാസ്റ്റർ ആടി എടുത്തിട്ട് പറഞ്ഞു, ആ സഹോദരൻ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ഈ പറഞ്ഞത് അബദ്ധമായല്ലോ എന്നായി. മുമ്പോട്ട് വരാൻ പറഞ്ഞു. എന്നെ ക്ഷണിച്ചു പ്രാർത്ഥനയ്ക്ക്. എന്തായാലും കൊള്ളാം, അറച്ചും മടിച്ചുമൊക്കെ ആണെങ്കിലും ഞാൻ മുമ്പോട്ട് നടന്നു വന്നു. അന്ന് രാത്രി അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അഭിഷിക്തന്മാര് ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ആ രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. കാര്യം പിടികിട്ടി. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. യേശുക്രിസ്തു മാത്രമേക രക്ഷകൻ. അതുകൊണ്ട് ആ കർത്താവിനെ അറിയുവാനും രുചിപ്പാനും സൗഖ്യം പ്രാപിപ്പാൻ ദൈവം ഭാഗ്യം നൽകി.